എല്ലാവർക്കും ചിഞ്ചു കുടുംബത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ, ഞങ്ങളും സുഖമായിരിക്കുന്നു, അങ്ങനെ പോകുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ്. നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് എങ്ങനെ കീടനാശിനി ഉണ്ടാക്കാമെന്നാണ്. കാരണം നമ്മുടെ പയറിലും നമ്മുടെ വെണ്ടയിലും വഴുതനയിലെല്ലാം പൂവിടുമ്പോൾ തന്നെ അതിലുണ്ടാകുന്ന പുഴുക്കളും ചെറിയ ചെറിയ പ്രാണികളെല്ലാം നമുക്ക് എങ്ങനെ തുരുത്താം എന്ന വീഡിയോയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളായി ഒരു അംഗമായി എന്നെയും കൂടെ കൂട്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല, പിന്നെ നിങ്ങൾ കമൻറ്റ് ഇടാറുമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന അഭിപ്രായങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന അഭിപ്രായങ്ങളും എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ദയവായിട്ട് അങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കങ്ങനെ വീഡിയോയിലോട്ട് പോകാം. ഞാനിത് 1 ലിറ്റർ കപ്പിലാട്ടോ തലേന്നത്തെ പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിരുന്നത്. ഒത്തിരി പുളിച്ചതല്ല, തലേന്നത്തെ കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പിൽ 1 കപ്പ് കഞ്ഞിവെള്ളം മതി. ഈ 1 കപ്പ് കഞ്ഞിവെള്ളം എടുത്ത് ഇനി നമുക്കതിലോട്ട് നമ്മുടെ പ്രധാന സംഭവം എന്ന് പറയുന്നത് വെളുത്തുള്ളി ആട്ടോ. ഈ 1 കുടം വെളുത്തുള്ളി എടുത്ത് അങ്ങനെ നമുക്ക് ചതച്ചിട്ട് അരച്ചിട്ട്, ഇത് ഞാൻ ഇന്നലെ ചതച്ചിട്ട വെള്ളമാണ്. ആ വെള്ളവും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. നേരിട്ട് ഒഴിക്കരുത് കേട്ടോ, വെളുത്തുള്ളി ഒരിക്കലും നേരിട്ട് ഒഴിക്കരുത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഡബിൾ വെള്ളം ചേർക്കണം. അപ്പോൾ ഈ കപ്പിന് 2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലോട്ടിന്. അപ്പോൾ നമുക്ക് 2 കപ്പ് വെള്ളവും ചേർത്ത് നമ്മുടെ ഈ വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ മാത്രമേ നമുക്കിത് നമ്മുടെ ചെടികളിലൊക്കെ സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മക്കളെയും കൂടെ കൂട്ടുക. കാരണം ഇപ്പോൾ ഈ വെക്കേഷൻ 2 മാസത്തെ ലീവിന് അവർ ടി വിയും അല്ലെങ്കിൽ മൊബൈലും ഒക്കെ കണ്ടിരിക്കുന്ന നേരത്ത് നമ്മൾ അവരെയും കൂടെ കൂട്ടി നമ്മൾ പച്ചക്കറി നടാനും ചെറിയ ചെറിയ പണികൾ അതിൻ്റെ കിള പറിക്കാനും ഒക്കെ കൂട്ടുകയാണെങ്കിൽ അവർക്ക് സന്തോഷമാവും. നമ്മുടെ ടി വി കാണൽ അവരുടെ കയ്യിൽ നിന്ന് കുറേ നേരത്തെ മൊബൈലും ടി വിയും ഒഴിവായി കിട്ടുകയും ചെയ്യും. നമുക്കൊരു സഹായവും ആകും. അപ്പോൾ ചെറുതായിട്ട് പയർ നടാനും വെണ്ട നടാനും അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഇത് പുളിപ്പിച്ച് നല്ല ഇതാട്ടോ. ഇത് നമ്മുടെ കീടങ്ങൾ, ഇതിലിരിക്കുന്ന മുട്ടകൾ, കുഞ്ഞു കുഞ്ഞു മുട്ടകളുണ്ടാവുമല്ലോ, അതും കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ. ഈ ഇത് നമ്മുടെ വഴുതനയിലൊക്കെ ചെറിയ ചെറിയ പുഴുക്കൾ കാണാം. ആ പുഴുക്കൾ എല്ലാം പോകും കേട്ടോ നമ്മുടെ പയറിൽ. ഇതൊക്കെ നമുക്കിങ്ങനെ തെളിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലൊഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചോട്ടിലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഈ തക്കാളി എന്ന് പറയുന്നത് ഈ തക്കാളി കണ്ടോ നല്ല കരുത്തോടു കൂടി ഇത് വളർന്നിട്ടുണ്ട്. ഈ തക്കാളി ഞാൻ വെളുത്തുള്ളി ചതച്ച വെള്ളത്തിൽ തലേന്ന് വെളുത്തുള്ളി ചതച്ച വെള്ളം ഒഴിച്ചിട്ടാണിത് ഈ തൈ ഞാൻ നട്ടിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, സുഡോമോണക്സ് ഒന്നും അടിച്ചിട്ടില്ല. ഇത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. നല്ല കരുത്തോടു കൂടി ഇത് വന്നിരിക്കുന്നു. അതുപോലെ നമ്മുടെ പയറിനെല്ലാം തെളിച്ച് കൊടുക്കാം നമുക്ക്. നമ്മുടെ പയറിലെ കേടുകളും പിന്നെ ഈ വെള്ളീച്ചയും എല്ലാം മാറിപ്പോകും കേട്ടോ. അതെല്ലാം നമുക്ക് മാറിപ്പോകും. നമ്മുടെ പയറയിലുള്ള മുഞ്ഞയെല്ലാം നമുക്കിത് പോകും കേട്ടോ. മുഞ്ഞയും ചെറിയ ചെറിയ കേടുകളും ചെറിയ പുഴുക്കളും പിന്നെ നമ്മുടെ വെള്ളീച്ച, ഇതെല്ലാം നമ്മുടെ എല്ലാ കീടങ്ങളും ഈ കഞ്ഞിവെള്ളവും ഈ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമ്മളിത് മിക്സ് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തെളിച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നേരിട്ട് ഒഴിക്കരുത്. നേരിട്ട് നമ്മൾ വെളുത്തുള്ളി തന്നെ ചതച്ചത് ഒഴിക്കാൻ പാടില്ല കേട്ടോ. കഞ്ഞിവെള്ളവും നല്ലതുപോലെ നമ്മൾ 2-3 കപ്പ് വെള്ളമാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഞാനിത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. എൻ്റെ എല്ലാം കേടുകൾ, എൻ്റെ പയറിൻ്റെതായാലും വെണ്ടയുടെ ആയാലും ഒക്കെ കേട് മാറിയിട്ടുണ്ട്. ചാക്കിലൊക്കെ ആട്ടോ ഞാൻ പയർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചോട്ടിൽ വേണമെങ്കിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഒരു കേട് ഇതിന് വരികയില്ല. നമ്മുടെ പയർ നല്ല സൂപ്പറായിട്ട് വളരും. പയർ മാത്രമല്ല, നമ്മുടെ എല്ലാ കൃഷികളും ഞാൻ തക്കാളിക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ലൊരു മരുന്നാണ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ അടിയിലോട്ട് നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അടിയിലോട്ട് ഒഴിച്ചും കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.